ായ 4 പേരെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണ്? പകലുണ്ടായിരുന്നല്ലോ കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ. രാത്രിയിലുള്ളവർ ഉറങ്ങിപ്പോയി, മഴയാണ്, ഉറങ്ങിപ്പോയി. അതാണ് ഇപ്പോൾ പറയുന്ന വാദം. പക്ഷേ പകലുണ്ടായിരുന്നവർ ഇതൊന്നും കണ്ടില്ലേ? ഇയാൾ എന്തായാലും ഈ രാത്രിയിൽ പോയി ഇതൊന്നും പെറുക്കിക്കൊണ്ട് വന്നതല്ലോ. ആ ഭാഗത്ത് തന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ജയിൽ ചാടാനായി കൃത്യമായി ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ ബോധ്യം. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ജയിലാണ്. ആ ജയിലിൽ ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അയാൾക്ക് അതിനുള്ള സഹായം കിട്ടണം. മാത്രമല്ല, ജയിൽ ചാടിക്കഴിഞ്ഞിട്ടാണ് പോലീസ് ഇതെല്ലാം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി ഗോവിന്ദചാമിയെ സഹായിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും സുപ്രീം കോടതി വരെ പോയി അയാളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കാൻ കിട്ടിയ ആ ഒരു സഹായത്തിന്റെ റൂട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്നത് ഒരു ചെറിയ മീനൊന്നും അല്ല എന്നത് അപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ്. പിന്നെ അയാളുടെ ഈ ചാട്ടം ഉണ്ടായതിനു ശേഷം ചാട്ടത്തിൽ പിഴച്ചു, പക്ഷേ ഞങ്ങൾ പിടിച്ചതിൽ ഹീറോ ആയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിടിച്ചത് യഥാർത്ഥത്തിൽ നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൂടിയാണ്. മാധ്യമങ്ങൾ തത്സമയം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ണൂരിലെ നാട്ടുകാരാണ്, അവർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. പോലീസ് സംവിധാനം